മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനലായ ഏജനെറ്റും അതേപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഞങ്ങൾ പയ്യാവൂർ പഞ്ചായത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ പയ്യാവൂർ പഞ്ചായത്തിലെ ഹൃദയം ബഡ് സ്കൂളിൽ നിന്നാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു ആഘോഷമാണ് നമ്മുടെ ക്രിസ്മസ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ദിവസം യാത്ര അടിപൊളിയായിരുന്നു. രണ്ടാമത്തെ ദിവസത്തെ യാത്ര നമ്മുടെ ബഡ് സ്കൂളാണ്, കൊച്ചു കുരുന്നുകൾ. അപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ അധികൃതരും അതേപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാം, പരിചയപ്പെടാം. അപ്പോൾ റെഡി? തീർച്ചയായിട്ടും നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹാപ്പി ക്രിസ്മസ്! ഉറക്കെ പറഞ്ഞ എല്ലാവരും. ഒരുപാട് ക്രിസ്മസ് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട് ഇവിടെയുള്ള. നമുക്ക് അവരൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിനകത്താരാ പാട്ട് പാടുക? നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പനാരാ പാട്ട് പാടി കൊടുക്കുക? നാടൻ പാട്ട് പഠിക്കും. ദൂരെ കണ്ടിനെ പുഞ്ചിരിച്ചേ എന്നൊരു പുന്നാരെ നിൻപച്ചനളങ്ങില്ലേ നിൻപച്ചനളങ്ങില്ലേ. അടിപൊളി, നല്ല കൈയ്യടി കൊടുത്തേ. നല്ല അടിപൊളി നാടൻ പാട്ടാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന് പാടി തന്നത്. എന്താ മോന്റെ പേര്? അശ്വിൻ നാരായൺ. അശ്വിൻ നാരായൺ. അപ്പോൾ നമ്മുടെ മോൻ ആദ്യം ഇന്നത്തെ രണ്ടാമത്തെ ദിവസം യാത്രയിൽ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന് പാട്ട് പാടി കൊടുത്തിരിക്കുകയാണ്. നല്ല ഗംഭീരമുണ്ടായിരുന്നു. അതെ, നന്നായിട്ടുണ്ട്. നല്ല ഒന്നുകൂടി കേൾക്കണം തോന്നി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ പഞ്ചായത്തിന്റെ അധികൃതരൊക്കെ ഉണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഏജനെറ്റ് ചാനലും അതുപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പമാണ്. അപ്പോൾ ഇന്ന് പയ്യാവൂർ പഞ്ചായത്തിലൂടെയാണ് നമ്മളെ യാത്ര. അപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? ഒരു നിമിഷം പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥാപനമായ ഹൃദയം ബഡ്സ് സ്കൂളിനോട് ചേർന്ന് ആഘോഷിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെയും ആദ്യത്തെ ക്രിസ്മസാണിത്. ഈ മക്കളുടെയൊക്കെ ഇവരിവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസാണ്. അത് നല്ല രീതിയിൽ തന്നെ ഇവരായാലും ഈ കുട്ടികളായാലും ഇവരുടെ പേരൻസ് ആയാലും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു വേദിയിൽ. കാരണം ഇവർ വീടുകളിൽ നിന്ന് പുറത്തു പോകാത്ത കുട്ടികളായിരുന്നു. ഈ സ്കൂൾ തുടങ്ങിയതിന് ശേഷമാണ് ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. ഒപ്പം അമ്മമാരും ഈ മക്കളുടെയൊക്കെ അമ്മമാർക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയുള്ളത്, ഇവരെ സംരക്ഷിക്കേണ്ട ഭാഗമായിട്ട്. അപ്പോൾ ഈ സ്കൂൾ തുടങ്ങിയതിന് ശേഷം ഇവരെല്ലാവരും ഇവിടെ വരാനും ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കാനും ഒക്കെ സാധിച്ചത് ഞങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ അതീവ താല്പര്യമുള്ള ഒരു മേഖല ആയതുകൊണ്ട് കൂടി തന്നെയാണ്. പ്രസിഡൻ്റ് ആരോഗ്യകരമായ കാരണങ്ങളാൽ ഇപ്പോൾ സ്ഥലത്തില്ല, അറസ്റ്റിലാണ്, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഈ സ്ഥാപനത്തിന്, ഈ സ്കൂളിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പം നിങ്ങളും ഇവിടെ വന്നതിൽ ഈ മക്കളോടൊത്ത് ക്രിസ്മസ് ആഘോഷിക്കാനും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഏജനെറ്റിനും എമി ഗോൾഡിനും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ ഹൃദയം നമ്മളെ ബഡ് സ്കൂൾ ആരംഭിച്ചിട്ട് ഒന്നാമത്തെ വർഷം ആദ്യത്തെ ക്രിസ്മസാണ് ഇവർ ആഘോഷിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ക്രിസ്മസിൽ തന്നെ നമുക്ക് ഏജനെറ്റിന് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ 28-ാം തീയതി എമി ഗോൾഡ് ജ്വല്ലറിയുടെ ശ്രീകണ്ഠാപുരത്ത് ഉദ്ഘാടനമാണ്. 28-ാം തീയതി ഒരുപാട് ഓഫറുകളുമായി എമി ഗോൾഡിൻ്റെ നല്ലൊരു ഷോറൂമാണ് ശ്രീകണ്ഠാപുരത്ത് ഓപ്പൺ ആകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോവില്ലേ? ഇനി ആരാ പാട്ട് പാടുക? നമ്മുടെ നാടൻ പാട്ട് അനീറ്റ ജോസ്. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും, ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും, കൈരളി പാടുമീ മലയാള പഴമയിൽ കാണുവതേതൊരു ഭാവം നീ തേടുവതേ
ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും ചിത്രശീലാ നൃത്തവേദികളിൽ ചിലങ്കകളാടുന്നു താളങ്ങളായി. ചിത്രശീലാ നൃത്തവേദികളിൽ ചിലങ്കകളാടുന്നു താളങ്ങളായി. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. ഇവിടെ ഒരു മിമിക്രി ചെയ്യുന്ന ഒരാളുണ്ട്. മിമിക്രിക്കാരൊക്കെ ഉണ്ടല്ലേ? ആരാ മിമിക്രി ചെയ്യുന്നത്? മിമിക്രി ആരാ? ആകാശ്. ആകാശ്. അപ്പോൾ ഇവരെല്ലാവരും ജില്ലാതലത്തിൽ പോയ ഇതാണ്. ജില്ലാതലത്തിൽ പോയതല്ലേ? അപ്പോൾ ഈ ബഡ് സ്കൂളിലെ ടീച്ചറിൽ രണ്ടുപേരുണ്ട്. അപ്പോൾ ഒരാളാണ്. എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളും അതുപോലെ തന്നെ ആദ്യം പഞ്ചായത്തിന്റെ അംഗം പറഞ്ഞ പോലെ തന്നെ മിമിക്രി അല്ലേ? ഇതൊക്കെ കൊണ്ട് ചെയ്യിക്കാണ്. എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ? നമ്മുടെ സ്കൂളിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഞങ്ങളുടെ എല്ലാ രീതിയിലും പേരൻസും ഞങ്ങൾ അധ്യാപകരും ഇവിടുത്തെ ആയമാരും എല്ലാവരും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഈ മക്കളെ മുൻ ധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങൾ ഈ കാണുന്ന കുട്ടികളുടെ ഓരോ കഴിവുകളും. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ വർഷത്തെ ക്രിസ്മസ് പരിപാടിയിൽ നിങ്ങൾ വന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു സാന്നിധ്യം ഇതിലില്ലാത്തതിൽ ഞങ്ങൾ എന്താ പറയുക ദുഃഖം പറയുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഈ മക്കളുടെ എന്ത് കാര്യം ഞങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞാലും അവർ ഞങ്ങൾക്കത് നടത്തി തരും. ഒരു എന്താ പറയുക, ഏറ്റവും ആദ്യം തന്നെ നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ വേറൊരു കാര്യത്തിലേക്ക് അവർ പോകുന്നുള്ളൂ. പഞ്ചായത്ത് നല്ലൊരു രീതിയിലാണ് നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്. ടീച്ചർ പാട്ട് പാടുമോ? ഇല്ല, ഞാൻ പാട്ട് പാടില്ല. ടീച്ചർ പാട്ട് പാടുമോ? ആ പാടുമെന്ന് പറയുന്നുണ്ടല്ലോ പിള്ളേര്. ഒരു രണ്ടുപേര് നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി. എൻ്റെ മോള് പാടിയത് തന്നെ ഞാൻ പാടാം. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും കൈരളി പാടുമീ മലയാള പഴമയിൽ കാണുവതേതൊരു ഭാവം നീ തേടുവതേതൊരു ഗീതം. വാവ്, നല്ല പാട്ടല്ലേ? ഇത്രയും നല്ല നമ്മളെ ഈ സ്കൂളിന്റെ ഒരു വാനമ്പാടി ടീച്ചറാണ് ഇത്. അപ്പോ മിമിക്രി അല്ലേ എന്റെ മോനെ? വാ. അപ്പോ മോന്റെ പേരെന്താ? ആകാശ്. ആകാശ്. ഏതൊക്കെയാ മിമിക്രി ചെയ്യുന്നത്? പട്ടി വരയ്ക്കുന്നതാണ്. ആ പാട്ടി വരയ്ക്കുന്ന പറയും. ഓക്കെ, അടുത്ത ഏതാ? ശങ്കു. കൈ വെച്ച് പഠിക്കോ? അടിപൊളി, നല്ല ഗൈഡ് കൊടുത്തേ. ഇഷ്ടാണ്. തത്ത ഷൂൾ അടിക്കുന്നേ. തത്ത ഷൂൾ അടിക്കൂ. ആ. അടുത്തേതാ? ഇടിമിന്നല്. ഇടിമിന്നല? ആ. ഓക്കെ. ഇനിയുണ്ടോ? ഇല്ല. കോഴി. കോഴി. ആ കോഴി. ആ കോഴി. കോഴിനെ പിരിക്കുന്ന. ആ കോഴിനെ പിരിച്ച് കൊല്ലുന്ന. ഇറച്ചി വിടുന്ന. ഇറച്ചി വിട്ടു. എന്നിട്ട് അതിനെ പൊരിച്ച് തിന്നു അല്ലേ? അപ്പൊ ഓക്കെ, നല്ല നല്ല മിമിക്രി. നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഒരു മിമിക്രി താരല്ലേ? ഒരാളില്ലേ നിങ്ങളുടെ ഈ കൂട്ടത്തില്? ഒരാളില്ലേ? ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആ മിമിക്രി താരം ഒരു മിമിക്രി ചെയ്യാം എന്തായാലും. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ എമി ഗോൾഡിന്റെ 28-ാം തീയതി എമി ഗോൾഡിന്റെ പുതിയ ഷോറൂം ശ്രീകണ്ഠാപുരത്ത് ഓപ്പൺ ആകാൻ വേണ്ടി പോവുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഏജന്റും അതേപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം മലയോര സ്ഥിരാകേന്ദ്രങ്ങളിലൂടെ യാത്ര തുടരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടിയവർക്കും മിമിക്രി കാണിച്ചവർക്കൊക്കെ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ നോട്ടീസൊക്കെ ഒന്ന് ഇവർക്ക് കൊടുക്കുക എല്ലാവരും.
ഏജനറ്റും എമി ഗോൾഡും ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെല്ലിൽ രണ്ടാമത്തെ ദിവസം നമുക്ക് മനോഹരമായി പാട്ടുപാടി തന്ന അനിറ്റ മോക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക ഉഷാറായിട്ട്. ഓക്കെ, ഭാവിയിൽ ഒരുപാട് നല്ലൊരു ഗായികയൊക്കെ ആയി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പാട്ടുപാടി തന്ന ഒരു നല്ലൊരു മോനുണ്ട് ഇവിടെ. അതിന് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം അജിൻ. നല്ലൊരു കൈയ്യടി. സന്തോഷായി. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. അവനറിയാം. അപ്പോൾ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ പാട്ടുപാടി തന്നെ, മിമിക്രിക്കാരൻ. വാ, അവൻ അവസാനം അവൻ കോഴീനെയൊക്കെ പിടിച്ച് ഞെരിച്ച് കൊന്ന് ഫ്രൈ ആക്കി പോയിട്ടുള്ള അവന് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. അപ്പോൾ മിമിക്രിയിൽ ഇനി ഒട്ടനവധി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കാം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. എന്താ പറയാനല്ലേ മക്കളോട്? ഒരുപാട് പറയാനുണ്ട്, എന്തെങ്കിലും കുറച്ചെങ്കിലും പറയണ്ടേ? പറയണം, തീർച്ചയായും. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഇവർ അല്ലേ? അപ്പോൾ ഇവരെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ പാരൻസ്, ടീച്ചേഴ്സ്, അവർക്കാണ് ഒരു വലിയൊരു നന്ദി പറയണം. കാരണം അവരാണ്, അവരുടെ കയ്യിലാണ് ഇവരുടെ ഭാവി. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ PTA പ്രസിഡന്റ് ഹൃദയം, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ഒരു 2 വാക്ക് നമ്മളെ ഏജനറ്റും എമി ഗോൾഡും ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു 2 വാക്ക് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ, മക്കളൊക്കെ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെ? നമ്മുടെ ഈ ഹൃദയം ബെഡ് സ്കൂള് തുടങ്ങിയിട്ടിപ്പോൾ ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ 40 കുട്ടികളും ടീച്ചേഴ്സും രക്ഷിതാക്കളുമൊക്കെ ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. നമ്മുടെ ഈ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണനയും സ്നേഹവും ഒക്കെ നൽകേണ്ടത്. അത് ഞങ്ങൾ പരമാവധി നൽകുന്നുണ്ട്. ഞങ്ങളോടൊപ്പം തന്നെ ഇവിടുത്തെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, അവിടുത്തെ സ്റ്റാഫ് മെമ്പർമാരെല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, സഹകരിക്കുന്നു. അവർ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന് വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ, ഈ 5 മാസം കൊണ്ട് തന്നെ വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കലാപരമായിട്ടും പഠനപരമായിട്ടും ഒക്കെ വളരെയധികം മികവ് ആർന്ന ഒരു വിദ്യാലയമായി മാറ്റാൻ ഈ വിദ്യാലയം ഇവിടുത്തെ അധ്യാപകർക്കും മറ്റ് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മക്കളെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് പോലെ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇവരെ നല്ല നിലയിൽ എന്നും ഞങ്ങൾ കാത്തു സംരക്ഷിക്കുമെന്ന് മാത്രമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ പറയാനുള്ളത്. ഉണ്ണി യേശുവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവർക്കും, ഈ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഉണ്ണി യേശുവാണ്. അവരുടെ യേശുവിൻ്റെ അല്ലെങ്കിൽ ഉണ്ണീശോയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ഇവർ. അപ്പം ഇവരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു. ഇനിയും ഞങ്ങളെന്നും അങ്ങനെ ഉണ്ടാകുമെന്ന് തീർച്ചയായും. അപ്പോൾ വളരെ നല്ല മഹത്തായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് കാണുന്ന എല്ലാവരോടും പറയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എമി ഗോൾഡ് 28-ാം തീയതി ഉദ്ഘാടനം നിർവഹിച്ച് ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ടീച്ചറെ എന്തായാലും പോകണം. നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ നിങ്ങളെയും കാത്തുണ്ട്. ക്യാഷ് പ്രൈസ് ഉണ്ട്, ഡയമണ്ട് മോതിരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും 28-ാം തീയതി ശ്രീകണ്ഠാപുരത്ത് വരണം. ഓക്കെ, എമി ഗോൾഡിൽ. ഓക്കെ അല്ലേ? ഉറക്കെ പറഞ്ഞേ, എമി ഗോൾഡ്. ഉറക്കെ പറ, ഉറക്കെ പറ. ഏജനറ്റ്. അത് തന്നെ. ഓക്കെ. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞും കൈമാറിയും, വേനൽ കിനാവിന്റെ തൂവലായി തൂവാളികൾ തുന്നിയും, ഈ പാമുളം തണ്ട പൊട്ടും വരെ ഈ
മനോഹരമായിട്ടുള്ള പാട്ടാണ് നമുക്ക് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പാടിക്കൊടുത്ത് ഉണ്ണികളെ ഒരു കഥ പറയാം. അപ്പോൾ പാടിത്തന്ന ആളെ പേര് ഷീന. ഷിജുവിൻ്റെ സഹോദരിയാണ്. ഇവരെല്ലാവരും ഏച്ചിമാരും അമ്മമാരുമായിട്ടാണ് എൻ്റെ മക്കൾ. അവരെല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകൾ, ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലച്ഛൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അജ, നമസ്കാരം. ഇത് നമ്മുടെ ഏജനെറ്റ് ചാനലും അതുപോലെ തന്നെ എമി ഗോൾഡൻ ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അച്ഛാ, ഒരു ക്രിസ്മസ് സന്ദേശം നമ്മളെ ഈ ഹൃദയം സ്കൂളിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് സന്ദേശം കൂടി നമുക്ക്. ഓക്കെ. നമുക്കെല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവം ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈശ്വരൻ എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം. അപ്പോൾ ഹൃദയത്തിൽ ജനിക്കുന്ന ഈശോ ഹൃദയത്തിൽ ജനിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ്. ഒരു കവിതയുടെ ഈരുടെ ഇങ്ങനെയാണല്ലോ, മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനസ്സിൽ ജനിക്കുന്നു, മനുഷ്യനെ വെറുക്കുമ്പോൾ ദൈവം മനസ്സിൽ മരിക്കുന്നു. അപ്പോൾ ദൈവം എങ്ങനെയാണ് മനസ്സിൽ ജനിക്കുക? നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ, ചുറ്റുപാടുമുള്ളവരെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നത്. അപ്പോൾ ദൈവം ഓരോ വ്യക്തിയും ഓരോ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അത് സൗന്ദര്യമുള്ളവനായിട്ട്, സൗന്ദര്യമില്ലാത്തവനായിട്ട്, ഉപകാരമുള്ളവനായിട്ട്, ഉപകാരമില്ലാത്തവനായി, അപ്പം വ്യത്യസ്തമായ രീതിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ബൈബിളിൽ ഒരു വചനം ഇങ്ങനെയുണ്ട്, മനുഷ്യ നീ ആരാണ് ദൈവവുമായിട്ട് തർക്കിക്കുവാനായിട്ട്? ആരാണ്? കുശവനായ ദൈവത്തിൻ്റെ കളിമൺ പാത്രങ്ങളാണ് ഓരോ മനുഷ്യരും. ദൈവം ഓരോ മനുഷ്യരെ ദൈവം ഇഷ്ടമുള്ള രീതിയിൽ സൃഷ്ടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നെ ദൈവം ഇപ്രകാരം സൃഷ്ടിച്ചതിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ദൈവം ഇടപെടുന്നത് ഓരോ വ്യക്തികളോടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ വലിയ സ്നേഹവും ഐക്യവും ഒക്കെ നമ്മൾ അനുഭവിക്കുവാനായിട്ട് ദൈവം ഓരോ രീതിയിൽ നമ്മുടെ കുടുംബത്തെ ക്രമപ്പെടുത്തുന്നു. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതും ക്രമപ്പെടുത്തുന്നതും ദൈവം നമുക്ക് നൽകുന്ന സംവിധാനങ്ങളെയും നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ സംതൃപ്തിയോടെ ജീവിക്കണം. മറ്റുള്ളവർ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തി ഒരുപക്ഷെ അവർക്ക് കാർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് കുറേ ഏക്കർ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം, അപ്പോൾ അങ്ങനെ സാമ്പത്തികം ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകണമെന്നില്ല, സന്തോഷം ഉണ്ടാകണമെന്നില്ല. അതിനേക്കാൾ സന്തോഷം വണ്ടികളില്ലാത്ത, സ്ഥലക്കുറവുള്ള, ചെറിയ വീടുകളുള്ള എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ എൻ്റെ വീട്ടിലെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം സന്തോഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ്. അപ്പോൾ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ, അത് എളിമയുടെ ഒരു പ്രതീകമാണ് പുൽക്കൂട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എളിമയിൽ നമ്മൾ ജീവിക്കുക. എത്രത്തോളം ചെറുതാകുന്നു അത്രത്തോളം വലുതാകാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിന് മുമ്പിൽ നമുക്ക് വലുതാകാനായിട്ട് പറ്റും. അപ്പോൾ നാളുകളിൽ നമുക്ക് കൂടുതൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വളരെ ചെറുതായിട്ട് ജീവിക്കുക, വിധേയപ്പെടുക. മക്കള് മാതാപിതാക്കളോട് വിധേയത്തോടെ ജീവിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ മാതാപിതാക്കൾ നമുക്ക് എല്ലാം നൽകുന്നത് അല്ലേ. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും വിധേയപ്പെട്ടുകൊണ്ട് അനുസരണത്തോടെ ജീവിക്കുക. അധ്യാപകരെ നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ നമ്മളെക്കാളും മുതിർന്നവരെ, പ്രായമുള്ളവർ, മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്നവരെ നമ്മുടെ വിധേയത്തോടും അനുസരണത്തോടും കൂടി നമ്മൾ ജീവിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈശോ ഈ പുൽക്കൂട്ട് ജനിച്ചതിന് ശേഷമുണ്ടല്ലോ, മാതാപിതാക്കളുടെ കൂടെ ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്, കുറേ വർഷങ്ങളോളം അദ്ദേഹം ഈശോ അനുസരണത്തോടും വിധേയത്വത്തോടും കൂടെ മാതാപിതാക്കളുടെ പ്രീതിയിൽ വളർന്നു വന്നു, ജ്ഞാനത്തിൽ വളർന്നു വന്നു. അപ്പോൾ മാതാപിതാക്കളുടെ അനുസരണത്തിലും ബഹുമാനത്തിലും ഈശോ വളർന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. അപ്പോൾ നമുക്ക് അറിവ് വേണം, പക്വത വേണം, അതോടൊപ്പം തന്നെ വിധേയത്വവും വിനയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ ഈ ചില പുണ്യങ്ങളാണ് ഈ ക്രിസ്മസ് രാവുകളിൽ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ്. ഇന്ന് നമ്മളെ കാണുവാനും അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ഒപ്പിയെടുക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏജനെറ്റ് അല്ലേ, എന്നോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ക്രിസ്മസ് മംഗളങ്ങൾ നേരുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മുമ്പിൽ സന്ദേശങ്ങൾ അവതരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ സ്കൂളിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായതിൽ ഈ അവസരം നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഈ സ്കൂളിനെ സഹായിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികളും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് എവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസ് മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അപ്പോൾ നമ്മുടെ സുനി അച്ഛനാണ്. അച്ഛൻ വളരെ ഭംഗിയായിട്ട് ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചു. അതുപോലെ തന്നെ മക്കൾക്കുള്ള ഒരുപാട് മെസ്സേജുകളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അച്ഛാ, ഈ രണ്ടാമത്തെ നമ്മുടെ ഈ യാത്രയിൽ, ഏജനറ്റിൻ്റെ എമി ഗോൾഡിൻ്റെ ഈ യാത്രയിൽ അച്ഛൻ്റെ മഹത്തായ ഈ ഒരു സാന്നിധ്യം ലഭിച്ചതിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് നേരുകയാണ്. ഓക്കെ, താങ്ക് യു അച്ഛാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ്. എമി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. റോമിയോ, അടിപൊളി പേരല്ലേ റോമിയോ? ഏത് പാട്ടാണ് പാട്ട്? ആ പാടി. അഴകേ ഉലകിൽ ഇനിയെല്ലാം നീ മാത്രമേ. വിണ്ണിലെ
അലയുന്ന താരമേ നിലയില്ല ഭൂമിയിൽ അറിയാതെ വീണതോ മണ്ണിലെ അഴകേറും എല്ലാമേ ഉണരുന്നേ മെല്ലെ കൊതിയാലെ നിന്നെ കാണാനായി നിറകുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാലെ ആരുടെ നീ ഉള്ളിനുള്ളിലായി ചേർത്തു വെച്ച് ഞാന് എന്നെന്നുമേ ഇലപൊഴിയും കാലം പോലും ഇതളാർന്നു നീയാൽ താനെ ഇരുമിഴിയാൽ കണ്ടേ ഞാനും ഇവയെല്ലാം തന്നെത്താനേ ഇതിലോളം ഉയരുമോളം മഴയായി പെയ്യും താഴെ ഇതളാർന്ന പൂക്കൾ മുഴുവൻ നനയുന്നേ തന്നെത്താനെ നീ അലയുന്ന താരമേ നിലയില്ല ഭൂമിയിൽ അറിയാതെ വീണതോ മണ്ണിലെ അഴകേറും എല്ലാമേ ഉണരുന്നേ മെല്ലെ കൊതിയാലെ നിന്നെ കാണാനാ നിറകുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാലെ ആരുയിരെ നീ ഉള്ളിനുള്ളിലായി ചേർത്തു വെച്ച് ഞാന് എന്നെന്നുമേ. ഓക്കെ ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ എമി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. ചോദ്യം ഇതാണ്, ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം എന്ത്? അത് വിളിച്ചു പറയരുത്, കൈവക്കാണ്. ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം, ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം ആർക്കും പറയട്ടോ? അല്ല, ഒരു രണ്ട് വാക്കുകളാണ്. ആ അല്ല, ഇവിടെ മനോഹരമായിട്ട് കുറെ പേര് നിർത്താതെ കൂടിയേ അവർക്ക് ചോദിച്ചു പറയില്ല. എന്ത് എന്താണ് മോളെ? സൂര്യോദയം. ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം സൂര്യോദയം ആണോ അച്ഛാ? അച്ഛൻ തെറ്റി തപ്പാണല്ലേ? അല്ലെ? ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം അതൊന്നല്ല. അതിന് കിട്ടില്ല. വേറെ തോന്നില്ല. ക്രിസ്മസ് ട്രീ ആദ്യമായി നിർമ്മിച്ച രാജ്യം, ക്രിസ്മസ് ട്രീ ആദ്യമായി നിർമ്മിച്ച രാജ്യം അമേരിക്ക, ന്യൂസിലാൻഡ്, തായ്ലാൻഡ്, ഫ്രാൻസ്. ക്രിസ്മസ് ട്രീ ആദ്യമായി നിർമ്മിച്ച രാജ്യം. ഉത്തരം നൽകിക്കഴിഞ്ഞാൽ എമി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം. ആര്? ജർമ്മനി. അപ്പോ മനോഹരമായിട്ടുള്ള സമ്മാനം, എമി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ക്രിസ്മസ് ട്രീ ആദ്യമായി നിർമ്മിച്ച രാജ്യം ജർമ്മനി ആണ്. അപ്പൊ അനുശ്രീ, ഈ ക്രിസ്മസിന് നമ്മുടെ ഏജന്റിന്റെയും പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു നാടൻ പാട്ട്. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലാഴി
അടിപൊളി. ഈ പാട്ട് പാടിയ മോക്ക് നല്ലൊരു സമ്മാനം. എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം നമ്മുടെ നാടൻ പാട്ട് പാടി തന്ന മോക്ക് കൊടുക്കുകയാണ്. ഡിസംബർ 23, 24, 25 തീയതികളിൽ നമ്മുടെ നാടെങ്കും എല്ലാ കലാലയങ്ങളും സ്കൂളുകളിലുമൊക്കെ ക്രിസ്തുമസ് പപ്പായുടെ വേഷമൊക്കെ അണിഞ്ഞ് ക്രിസ്തുമസിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ വേളയിലാണുള്ളത്. ക്രിസ്തുമസിൻ്റെ പുൽക്കൂടുകളും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും മറ്റ് അലങ്കാരങ്ങളുമൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അണിഞ്ഞ് ക്രിസ്തുമസിനെ വരവേൽക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ ജനനത്തെ ഒരിക്കൽ കൂടി എതിരേൽക്കുവാനായിട്ട് എല്ലാ മനുഷ്യരും ഒരുങ്ങുന്ന സമയമാണ്. ഈ ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും ഏജന്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഏറെ പ്രാർത്ഥനയോടെ ക്രിസ്തു നൽകുന്ന ആ സമാധാനവും സന്തോഷവും ഏവർക്കും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോ നമ്മള് കുറച്ച് നല്ലൊരു പാട്ട് പാടി തരാൻ വേണ്ടി പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല പ്രോത്സാഹനം കൊടുക്കുക. ഓക്കെ. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പുൻകുളിരിൽ സ്നേഹനായകനാഗതനായി ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പുൻകുളിരിൽ സ്നേഹനായകനാഗതനായി താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ദൈവത്തിൻ്റെ പിറവിയുടെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. ഈ ക്രിസ്മസ് ലോകത്ത് മുഴുവൻ ശാന്തിയും സമാധാനവും പരത്തട്ടെ. ഓരോ ക്രിസ്മസ് ആഘോഷവും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആകട്ടെ. ഏജന്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പൈസഗിരി ദേവമാതാ ഹൈസ്കൂളിൻ്റെ പേരിൽ ക്രിസ്മസ് ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഏജന്റിന് ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മലയാളത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനലായ ഏജന്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം മലയോര സിനിമ കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ പൈസക്കരി ഹൈസ്കൂളിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് ഞങ്ങൾ അടുത്ത ക്രിസ്മസിന് വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ നമ്മുടെ ഏജന്റും അതേപോലെ തന്നെ എമി ഗോൾഡിന്റെയും ജിംഗിൾ ബെൽ മലയോരത്തോടെയുള്ള യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈസക്കരി ദേവമാതാ സ്കൂളിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിപ്പോൾ ചന്ദ്രക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിൽ ആണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ വളരെ രസകരമായിട്ട് നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എമി ഗോൾഡിന്റെ നോട്ടീസൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതിനകത്ത് ആരാ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നത്? ആരാണ്? അല്ല, എന്റെ പേരാണ് ഡെലീഷ്യ. കം ഡെലീഷ്യ സ്കൗട്ടിലൊക്കെ ഉണ്ടല്ലേ? സ്കൗട്ടല്ലേ? എത്ര ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നു? ഞാൻ 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായി പോകുന്നു. ഉഷാറായിട്ട് പോകണം. ശ്രീകണ്ഠാപുരത്ത് എമി ഗോൾഡ് 28ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. എമി ഗോൾഡിൽ പോകണം. എമി ഗോൾഡിൽ പോകണം. ശ്രീകണ്ഠാപുരത്തൊക്കെ പോകാറില്ലേ? എമി ഗോൾഡിൽ പോയി 28ാം തീയതി നറുക്കെടുപ്പിലൂടെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വന്നിട്ടുണ്ട്. ഒരു ക്രിസ്മസ് പാട്ട്. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു
അടിപൊളി, ഗംഭീരം. നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാം. അപ്പോൾ സമ്മാനമൊക്കെ ഉണ്ട്, സമ്മാനമൊക്കെ തരാം. ഇനി ആരാ നല്ല ഗായിക പാട്ടുകാർ ആരാളെ? നല്ല സിനിമാ പാട്ടൊക്കെ പാടാൻ പറ്റിയാരാണ്? നാടൻ പാട്ട്, സിനിമാ പാട്ട് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാടാം. നമ്മുടെ പേര് അന്ന. അന്ന. അന്നയുടെ അടിപൊളി പാട്ട്. ആ. മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ ലലലലല. മിന്നും മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലം പട്ടണത്തിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലം പട്ടണത്തിൽ. ഹല്ലേലൂയ പാടാം 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 ഹല്ലേലൂയ പാടാം 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 ഹല്ലേലൂയ പാടാം 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 ഹല്ലേലൂയ പാടാം പാടാം പാടാം. മന്നവനേശു മന്നിടത്തിൽ പിറന്നു മറിയത്തിൻ പൊന്മകനായി. മന്നവനേശു മന്നിടത്തിൽ പിറന്നു മറിയത്തിൻ പൊന്മകനായി. ഓക്കെ, അടിപൊളി, ഗംഭീരമായിട്ട് പാടി. അപ്പോൾ എങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയാണ്. എങ്ങനെ സ്കൂളും കാര്യങ്ങളൊക്കെ പഠിത്തമൊക്കെ എല്ലാം അടിപൊളിയായിട്ട് പോകണു. അപ്പോൾ നമ്മുടെ സാറുണ്ട് ഇവിടെ, സാറിനോട് 2 വാക്ക് നമുക്ക് ചോദിക്കാം. സാർ, ഇത് നമ്മുടെ ഏജനറ്റ്, മലയാളത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനലിലെ ഏജനറ്റും അതേപോലെ തന്നെ എമി ഗോൾഡൻ ഡയമണ്ട്സ് ശ്രീകണ്ഠപുരത്ത് പുതുതായി ഓപ്പൺ ആകാൻ വേണ്ടി പോവുകയാണ് 28-ാം തീയതി. അതിൻ്റെ ഒരു സംയുക്തമായിട്ടുള്ള ജിംഗിൾ ബെൽ യാത്രയാണ്. അപ്പോൾ നമ്മളിവിടെ നിങ്ങളെ ചന്ദ്രനിക്കാമ്പാറ സ്കൂളിലെത്തിയിരിക്കുകയാണ്. 2 വാക്ക് ക്രിസ്മസിനെ കുറിച്ച്. ചന്ദ്രനിക്കാമ്പാറ ചെറുഷ ഹൈസ്കൂളിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ന് ക്രിസ്മസ് ഇന്ന് രാവിലെ 9:30 മുതൽ ഈ സമയം വരെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മൂഡിലായിരുന്നു. കരോൾ ഗാന മത്സരവും ക്രിസ്മസ് പാപ മത്സരവും ക്ലാസ്സുകളിലൂടെയുള്ള കേക്ക് മുറിക്കലും കൂടാതെ സ്കൂൾ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഉള്ള കേക്ക് മുറിക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയോടുകൂടി ഇപ്പോൾ പരിപാടികളെല്ലാം അവസാനിച്ച് ഒരു സമയമാണിത്. അപ്പോൾ കുട്ടികളെ കുറേ പേരൊക്കെ വീടുകളിലേക്ക് പോയി ക്രിസ്മസ് പാപ്പായും പാട്ടിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടെ വളരെ ഗംഭീരമായിട്ട് ഇന്നത്തെ ദിവസം കുട്ടികൾ നന്നായിട്ട് ആഘോഷിച്ചു. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. മലയോര ചാനലായ ഏജനറ്റിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ് നമ്മുടെ ചന്ദ്രനിക്കാമ്പാറ എന്ന് പറയുന്നത്. അവിടെ വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് അടുത്ത ദിവസം രാത്രി 8:30 ഉണ്ടാവും കേട്ടോ, ഞായറാഴ്ച രാത്രി. എല്ലാവരും കാണൂലേ? പിന്നെ അതിൻ്റെ ലിങ്കൊക്കെ ഞങ്ങൾ അയച്ചു തരും. അപ്പോൾ എല്ലാവരും കാണുക, ഏജനറ്റൊക്കെ എല്ലാവരും കാണുക, എമി ഗോൾഡിൽ പോവുക, സ്വർണം മേടിക്കുക. അപ്പോൾ നമ്മോടൊപ്പം ചന്ദ്രനിക്കാമ്പാറയിലെ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇത് ഏജനറ്റും എമി ഗോൾഡ് ശ്രീകണ്ഠാപുരക്കാരനാണ് സാറ്. എമി ഗോൾഡ് 28-ാം തീയതി ഓപ്പൺ ആകാൻ വേണ്ടി പോവാണ് ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ നമ്മളെ സ്കൂളിൽ വരാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും? ക്രിസ്മസ് ആഘോഷങ്ങൾ രാവിലെ മുതൽ വളരെ സജീവതയോടുകൂടി കുട്ടികളെല്ലാം പങ്കെടുത്തു. ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ കേക്ക് മുറിച്ചും കരോൾ ഗാനം പാടിയും പാപ്പാ മത്സരങ്ങളും ഒക്കെ ആയിട്ട് വളരെ സജീവതയോട് കുട്ടികൾ ആ പരീക്ഷ ചൂടൊക്കെ മറന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ വളരെ നല്ല രീതിയിൽ പങ്കെടുത്തിട്ട് വീടുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് നേരെയാണ് സാറിന്. അപ്പോൾ നമുക്ക് ആദ്യം പാട്ട് പാടി തന്ന നമ്മുടെ മോൾക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. മോളെ പേര് ഡെലീഷയ്ക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. അതേപോലെ തന്നെ 2ാമത് പാട്ട് പാടി തന്ന നമ്മുടെ അന്നയ്ക്കും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒന്നിച്ചൊരു അടിച്ചുള്ളി പാട്ട് വേണം. ഏത് പാട്ടാ? നാടൻ പാട്ടല്ലേ എല്ലാവർക്കും ഒന്നിച്ച് പാടാനൊക്കെ നല്ല സുഖം അല്ലേ? ുണ്ട്
മേലെ കിണങ്ങളുണ്ട് തക തക താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ. നന്നായിട്ട് നല്ല പാട്ടൊക്കെ പാടി തന്നു നമ്മളെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 28-ാം തീയതിയാണ് എമി ഗോൾഡിന്റെ ഉദ്ഘാടനം. ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്, നറുക്കെടുപ്പിലൂടെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. 28-ാം തീയതി എല്ലാവരും ഉദ്ഘാടന വേളയിലൊക്കെ പങ്കെടുക്കുക. നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്കാമ്പാറയിൽ ഈ ചെറുപുഴ ഹൈസ്കൂളിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് നേരുകയാണ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കാഞ്ഞിരക്കൊല്ലിയാണ്. ഈ കാഞ്ഞിരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ വളരെ ഒരു മലയോര മേഖലയിൽ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കാഞ്ഞിരക്കൊല്ലി. അപ്പോൾ എന്താണ് ഈ കാഞ്ഞിരക്കൊല്ലിയെ കുറിച്ച് പറയാനുള്ളത്? കാഞ്ഞിരക്കൊല്ലി ഇങ്ങനെ മുമ്പെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലമാണ് ഈ കാഞ്ഞിരക്കൊല്ലി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സ്നേഹം വാത്സല്യം കാണുമ്പോൾ ഇത്തരമുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ആ സന്തോഷം പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇവിടെയൊക്കെ തുടങ്ങാറായി എന്നാണ് പറഞ്ഞത്. ഈ സമയത്തായതുകൊണ്ടാണ് ആളുകൾ വളരെ കുറവ്. വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരു ആശംസകൾ നേരാം അല്ലേ. ഓക്കെ, മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന്റ് എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ ഇപ്പോൾ കാഞ്ഞിരക്കൊല്ലിയിലാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ കാഞ്ഞിരക്കൊല്ലിയിലെ രണ്ട് മക്കൾ ഇപ്പോൾ കരോൾ ഗാന മത്സരത്തിന് പോകാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പരിചയപ്പെടാം. എന്താ നമ്മളെ പേര്? സിയ. എവിടെ പഠിക്കുന്നത്? ചന്ദ്രക്കാമ്പാറ ഹൈസ്കൂള്. ചന്ദ്രക്കാമ്പാറ. എന്താ നമ്മളെ പേര്? റോസ്മരി. എവിടെ പഠിക്കുന്നത്? മണിക്കടവ് ഹൈസ്കൂള്. എത്ര ക്ലാസ്സിലാണ്? 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ. മോള് 9ാം ക്ലാസ്സിൽ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഉഷാറായി പോണു. അപ്പോൾ നമ്മുടെ ഏജന്റ് എമി ഗോൾഡും ഒരുക്കുന്ന ഒരു ജിംഗിൾ ബെൽ പ്രോഗ്രാമാണ്. 28-ാം തീയതി എമി ഗോൾഡിന്റെ പുതിയ ഷോറൂം ഇവിടെ നടക്കാൻ വേണ്ടി ഉദ്ഘാടനം നടക്കുകയാണ് ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ 28-ാം തീയതി ശ്രീകണ്ഠാപുരത്ത് പോകില്ലേ? സമ്മാനമുണ്ട്. ക്യാഷ് പ്രൈസിലൂടെ സമ്മാനം, ഡയമണ്ട് മോതിര സമ്മാനം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി കരോൾ ഗാനത്തിന്റെ 2 വരി അല്ലേ? രണ്ട് വരി. ഇദാസുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു പിതാവ് തൻ കുമാരനെ ഉദാരമായി തരും നീതാ മഞ്ഞു പെയ്യും നിലാവിൽ കുഞ്ഞു പൈതലായി ദൈവം മഞ്ഞു പെയ്യും നിലാവിൽ കുഞ്ഞു പൈതലായി ദൈവം നിരാമലയാൽ നിരാമയനോ ചേല ചാർത്തി നിൽക്കയായി നിലാവലയാൽ നിരാമയനോ ചേല ചാർത്തി നിൽക്കയായി. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇത് പാട്ട് പാടിയ നിങ്ങൾക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. ഓക്കെ, നമ്മുടെ ക്രിസ്മസ് അപ്പം തന്നെയാണ് നൽകുന്നത്. 28-ാം തീയതി ശ്രീകണ്ഠാപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എമി ഗോൾഡിന് എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്നു.
നമ്മളിപ്പോൾ കാഞ്ഞിരക്കൊല്ലിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ മക്കള് ക്രിസ്മസിന്റെ ആഘോഷങ്ങളുടെ ഇടയിൽ ചെറിയ ഫുട്ബോൾ കളിയൊക്കെയാണ്. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം അല്ലേ? അപ്പോൾ എമി ഗോൾഡും ഏജന്റും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 28-ാം തീയതി ശ്രീകണ്ഠാപുരത്ത് എമി ഗോൾഡിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം നടക്കുകയാണ്. അവിടെ പോകൂലേ? മോന്റെ പേരെന്താ? അദ്വൈത്. ഏത് സ്കൂളിലാ? ചന്ദ്രക്കാമ്പാറ. എത്ര ക്ലാസ്സിലാ? 4ാം ക്ലാസ്സിൽ. എന്താ മോന്റെ പേര്? തോമസ്. എത്ര ക്ലാസ്സിലാ? ഞാൻ 9. എവിടെ? ചെറുപുഷ്പ ചന്ദ്രക്കാമ്പാറ ഹൈസ്കൂള്. മോന്റെ പേര്? സഞ്ജു പ്രദീപ്. ഏത് സ്കൂളിലാ? കാഞ്ഞിരക്കൊല്ലി സ്കൂളില്. മോനെ കാണുമ്പോ ഒരു വിജയിനൊക്കെ പോലെ ഉണ്ടല്ലോ. എന്നെയോ? തമിഴ്നാട് വിജയിന്റെ ഒക്കെ ലുക്ക് ഉണ്ടല്ലേ? എന്താ മോന്റെ പേര്? ബിനു. ഏത് സ്കൂളിലാ? കാഞ്ഞിരക്കൊല്ലി. ആദികൃഷ്ണ. ഏത് സ്കൂളിലാ? ചന്ദ്രനിക്കാമറ. മോന്റെ പേര്? ആൽഫിയോ. പിന്നെ താരാ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു പാട്ടൊക്കെ പാടി കൊടുക്കാരാ? ഇങ്ങോട്ട് വന്ന് സമ്മാനമുണ്ട്. പാട്ട് പാടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകണ്ഠാപുരം എമി ഗോൾഡ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ഓക്കെ. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുമല്ലോ. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുമല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ വിന്നതയോ ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ വിന്നതയോ ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുമല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. എമ്മാനുവേലിൽ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും. കണ്ണോടു കണ്ണായി കാണാൻ നാമത്തെ പുണ്യാഹം പോലെന്നും ഉള്ളിൽ കത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കള നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. എന്നും ക്രിസ്മസിനാനന്ദം പൂത്തി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ വിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ. അപ്പോൾ മനോഹരമായി പാട്ട് പാടിയ നമ്മുടെ മോന് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ഓക്കെ, ഹാപ്പിയായോ? ഓക്കെ. അപ്പോൾ എല്ലാവരും എമി ഗോൾഡിന് ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഏജന്റും അതേപോലെ തന്നെ നമ്മുടെ എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ കാഞ്ഞിരക്കൊല്ലിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ കടന്നു ചെല്ലാം നമുക്ക് മലയോര ജനങ്ങളുടെ സ്ഥിര കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്ര. മലയോരത്തിൻ്റെ സ്വന്തം ചാനലായ ഏജന്റും അതേപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം മലയോര സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുന്നത്തൂർ പാടിയിലാണ്. കുന്നത്തൂർ പാടി എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ മലയോര മേഖലയിലെ മലബാറിൻ്റെ ഒരു ഉത്സവം, മഹാ ഉത്സവം നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ കുന്നത്തൂർ പാടിയിൽ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ചന്തകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ, നമ്മുടെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോട്ടീസുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, നമ്മുടെ മുത്തപ്പൻ്റെ ദേവസ്ഥാനം അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഈ ഉത്സവം തുടങ്ങിയിട്ട് 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല തിരക്കുകളാണ് ഇവിടെ അനുഭവപ്പെടുക. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ചന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് പോവുകയാണ്.
അപ്പോൾ നമ്മുടെ ഏജനറ്റ് ചാനൽ അതുപോലെ തന്നെ എമി ഗോൾഡൻ ഡയമണ്ട്സ് സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പമാണ്. അപ്പോൾ 28-ാം തീയതിയാണ് നമ്മുടെ എമി ഗോൾഡിൻ്റെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത്. നിരവധി സമ്മാനങ്ങളുണ്ട്, ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നറുക്കെടുപ്പിലൂടെ. 28-ാം തീയതി എന്തായാലും നിങ്ങൾ വരണം നമ്മളെ ശ്രീകണ്ഠാപുരത്ത്. എന്താ പേര്? ഷിജേഷ്. ഷിജേഷ്. ബിജു. ബിജു. ജിതിൻ. ഇവിടെ നമ്മൾ എങ്ങനെയുണ്ട് ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ? തിരക്ക് കുറവാ, ആളാവുന്നുള്ളൂ. നാളെ മുതൽ ആളാവും. എന്ത് പറയുന്നു വിശേഷങ്ങളൊക്കെ, ഇവിടുത്തെ ഉത്സവ തിരക്കുകളൊക്കെ? ഉത്സവ തിരക്ക് ഇങ്ങനെ ആയി വരുന്നല്ലേ ഉള്ളൂ. ക്രിസ്മസിന്റെ എല്ലായി തിരക്കായി വരുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ റേറ്റ് ഒക്കെ കുറച്ച് റേറ്റിലാണോ അല്ലെങ്കിൽ ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നത്? ചീപ്പ് റേറ്റില്ല. ഉത്സവത്തിനായിട്ടുള്ള പ്രത്യേക റേറ്റ് ഇല്ല, സാധാരണ റേറ്റ് മാത്രം. ഇത് തന്നെയാണ് പറയാനുള്ളത്. എമി ഗോൾഡും ഇത് തന്നെയാണ് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠാപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് സമ്മാനങ്ങൾ, അതുപോലെ തന്നെ പണിക്കൂലില്ലാതെ തന്നെ സ്വർണം 2% പണിക്കൂലിയിൽ സ്വർണം, അങ്ങനെ പണിക്കൂലില്ലാതെ ഡയമണ്ട് മോതിരം സമ്മാനം, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കിയാണ് എമി ഗോൾഡ് ഇപ്പോൾ ശ്രീകണ്ഠാപുരത്ത് സ്റ്റാർട്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എമി ഗോൾഡിലേക്ക് വരിക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അല്ലേ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതുപോലെ തന്നെ ഉത്സവം പൊടിപൊടിക്കുക. എന്തായാലും നമ്മുടെ മുത്തപ്പൻ്റെ അടുത്ത് വന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. മുത്തപ്പൻ്റെ ശരിയായ സ്ഥാനം ഇവിടെയാണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും വരാൻ പറ്റിയത് വളരെ സന്തോഷം. ആരുടെ സ്ഥാനം? അപ്പോൾ ഇവിടെ കച്ചവടക്കാരൊക്കെ ഇപ്പം 4 ദിവസമായി ഇവിടെ നമ്മുടെ ഈ മുത്തപ്പൻ്റെ ഈ അമ്പലത്തിൽ വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഷോപ്പ് കൂടിയുണ്ട്, നമുക്ക് അവരോടൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ എമി ഗോൾഡ് മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ശ്രീകണ്ഠാപുരത്ത് 28-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും എമി ഗോൾഡിൽ ചെല്ലുക. 28-ാം തീയതി സ്വർണ്ണ നാണയങ്ങൾ, അതേപോലെ തന്നെ ക്യാഷ് പ്രൈസിലൂടെ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലാണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ഓണറാണ് ഇപ്പോൾ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി. അടിപൊളി. ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 4 ദിവസമായി. 4 ദിവസമായി. അപ്പോൾ തിരക്കുകളൊക്കെ കൂടി തുടങ്ങിയ? ഇന്നോട്ട് നല്ല തിരക്കായിരിക്കും. ഇന്നോട്ട് നല്ല തിരക്കായിരിക്കും. വെള്ളി ശനി ഞായറൊക്കെ നല്ലതായിരിക്കും. ആണല്ലേ? അപ്പോൾ നമ്മുടെ ഏജനറ്റ് ചാനൽ കാണാറുണ്ടോ? കാണാറുണ്ടല്ലേ? അപ്പോൾ ഏജനറ്റും എമി ഗോൾഡ് ശ്രീകണ്ഠാപുരത്ത് 28-ാം തീയതിയാണ് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളും ക്യാഷ് പ്രൈസിലൂടെ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. 28-ാം തീയതി എമി ഗോൾഡിൻ്റെ ഷോറൂം സന്ദർശിക്കുക. അപ്പോൾ നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ അതിഗംഭീരമായി പൊടിക്കട്ടെ. അപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിശർപ്പൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? എന്താ പേര്? സുനിൽ. എവിടെയാണ് നാട്? പുളിക്കൽ. എങ്ങനെയാ കച്ചവടമൊക്കെ? ഉഷാറായിട്ട് നടക്കുന്നു. പേക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 28-ാം തീയതി എന്തായാലും 9:30 ശ്രീകണ്ഠാപുരം വരണം എമി ഗോൾഡ്. തീർച്ചയായിട്ടും ഒരുപാട് സമ്മാനം. 28-ാം തീയതി അത് ഓപ്പണിംഗ്. 28 കൂട്ടത്തിന്റെ കൂടി ഞങ്ങൾ മിക്സ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആണല്ലേ? അതാ. അപ്പോൾ രണ്ടിനും ഒരു ബന്ധമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എങ്ങനെ ഇത് ഏതൊക്കെ ഐറ്റങ്ങളാണുള്ളത്? എല്ലാ ഐറ്റംസും ഉണ്ട്. മധുരമുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്. 4 ഐറ്റംസ്. അങ്ങനെ 28 കൂട്ടത്തിന്റെ മിക്സ്. ചേട്ടന്റെ കരവിരുത് മാത്രമാണോ? അത്രയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ആൾക്കാർ പയ്യെ വരുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ഒരു പാക്ക് വാങ്ങിച്ചാൽ ഒരുപാട് ഐറ്റംസ് ഷുഗറുള്ളവർക്ക് കഴിക്കാനുള്ള കാന്താരി അലുവ തൊട്ടിട്ട് എല്ലാ ഫ്രൂട്ട്സ് അലുവകളെല്ലാം ഉണ്ട്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ വളരെ സന്തോഷം. ഇവിടെ നല്ലൊരു കോഴിക്കോടൻ അൽവ, സ്വീറ്റ്സ്, അങ്ങനെ പൊരികൾ, അങ്ങനെ എല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും എമി ഗോൾഡിൽ വരണം. 28-ാം തീയതിയാണ് എമി ഗോൾഡിൻ്റെ ഉദ്ഘാടനം. അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ശ്രീകണ്ഠാപുരം എമി ഗോൾഡ് 28-ാം തീയതി ക്യാഷ് പ്രൈസിലൂടെ നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസ് 10,000 രൂപ വെച്ച് 3 പേർക്കുണ്ട്. പിന്നെ ഡയമണ്ട് മോതിരം ഉണ്ട്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ എമി ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായും വരിക. ഓക്കെ. ക്രിസ്മസിൻ്റെ ആശംസകൾ. നമ്മളെ ജിംഗിൾ ബെൽ ഏജനറ്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോര സ്ഥിരാകേന്ദ്രങ്ങളുടെ യാത്ര പിന്നിട്ട് നമ്മളിപ്പോൾ കുന്നത്തൂരാണ് എത്തിയിരിക്കുന്നത്. കുന്നത്തൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സമയം ഇവിടെ ഉത്സവ സീസണാണ് കുന്നത്തൂർ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഹോട്ടലിൽ ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ പേര്? എൻ്റെ പേര് ബൈജു. ഇവിടെ എവിടെയാ? മുഴക്കുന്ന്. കാക്കനാട് മുഴക്കുന്ന് അല്ലേ? ഇവിടെ എല്ലാ വർഷവും ഉണ്ടോ? എല്ലാ വർഷവും ഉണ്ട്. നമ്മുടെ ഹോട്ടലിന്റെ പേരെന്താ? ഐശ്വര്യ. അപ്പോൾ നല്ല ഇവിടെ വരുന്നവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന ചൂടുള്ള നല്ല പൊറോട്ട, കറി, എല്ലാം വെറൈറ്റി സാധനം. അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ട് എമി ഗോൾഡ് 28-ാം തീയതി ഓപ്പൺ ആകാൻ വേണ്ടി പോവാണ് ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ തീർച്ചയായും പകലാണ്. അപ്പോൾ ഇവിടെ പകല് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ 9:00 വരിക. ക്യാഷ് പ്രൈസിലൂടെ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏജനറ്റ് ചാനൽ കാണുക. ഏജനറ്റ് കാണാൻ. അപ്പോൾ എമി ഗോൾഡിന് ഒരു ആശംസ. ഓക്കെ. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ. അപ്പോൾ ഏട്ടാ ഒന്ന് പൊറോട്ട അടിച്ചേ. നല്ല പൊറോട്ട അടി കൂടി അടിപൊളിയായിട്ട്.
കാണുമ്പോൾ എളുപ്പമാണ്. കാണുമ്പോൾ എളുപ്പമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ അടിക്കാൻ കഴിയില്ല. ഞാൻ അടിക്കും. എന്നാ ക്രിസ്മസ് അപ്പൂപ്പൻ ഒന്ന് കൈയൊക്കെ ഒന്ന് വൃത്തിയാണെങ്കിൽ ഒന്ന് പൊറോട്ട അടിച്ചു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇതാ ഒരു പൊറോട്ട അടിക്കുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഒരു നിമിഷമാണ്. കൈയൊക്കെ നല്ല വൃത്തിയാണ്. ഏജനറ്റും എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ ക്രിസ്മസ് അപ്പൂപ്പന്റെ മലയോരത്തോടുള്ള യാത്ര ഇപ്പോൾ കുന്നത്തൂർ എത്തിയിരിക്കുകയാണ്. കുന്നത്തൂർ ഐശ്വര്യ ഹോട്ടലിൽ അതിഗംഭീരമായിട്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇതാ പൊറോട്ട അടിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതൊന്നും ഒരു പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസ് അതാ 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 ഏകദേശം ആയിത്തോ അയ്യോ അതാ കിട്ടി അതാ അറിയായിരുന്നു മറന്നുപോയതാണ് ഏകദേശം പിടുത്തമൊക്കെ ശരിയാണ്. മറന്നുപോയതാ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ പൈസ ഇല്ലായിട്ട് എന്നെ പൊറോട്ട അടുപ്പിച്ചിട്ട് ആക്കിയതാ. മുറിച്ചോ. അങ്ങനെ അതിഗംഭീരമായിട്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ മതി അടിപൊളി. ഓക്കെ. ശ്രീകണ്ഠാപുരത്തേക്ക് വരിക. ഒരുപാട് സമ്മാനങ്ങൾ പെരുമഴയാണ്. വരുന്നവർക്ക് നറുക്കെട്ടിട്ട് 10,000 രൂപേൻ്റെ 3 പേർക്കുള്ള സമ്മാനം കൊണ്ട് എല്ലാവരും കരസ്ഥമാക്കുക. പിന്നെ ഡയമണ്ട് മോതിരമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരില്ലേ? 10,000 വെച്ച് ക്യാഷ് പ്രൈസ്. 10,000 രൂപ വെച്ച് ക്യാഷ് പ്രൈസ് 3 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരിക. കേൾക്കുന്നില്ലേ എല്ലാവരും? അപ്പോൾ ഓക്കെ. എല്ലാവിധ ആശംസകളും. നമ്മൾ കുന്നത്തൂര് ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഏജന്റ് എമി ഗോൾഡ് സംയുക്തമായി ഒരുക്കുന്ന ഈ ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം നമുക്കൊരു പാട്ട് പാടി തരാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹീത കലാകാരൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. എന്താ പേര്? രാജേഷ്. എവിടെ വീട്? ഇവിടെ തന്നെ. നമ്മളെ കുന്നത്തൂർ പാടി തന്നെയാണ്. ഏത് പാട്ടാണ് പാടുന്നത്? ഓടപ്പഴം പോരെ. ഇഷ്ടമല്ല. ഓക്കെ. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അറിഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അറിഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നെൻ്റെ വീട്ടില് കല്യാണ അലങ്കാരം, ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം എന്നെ കുറിച്ചുള്ളതായിരുന്നു. കണഞ്ചുമേരുമേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കുതിരക്കോ കൊമ്പില്ല, മുതിരക്കോ മധുരല്ല, പച്ചില പാമ്പിനു പത്തിയില്ല. ഉപ്പുമുളക്കില്ല, പാലിനോ കയ്പില്ല, വിനയിൽ മീട്ടാത്ത രാഗമില്ല. പെണ്ണൊരുണ്ടിട്ടാല് പേരും പാമ്പും വഴിമാറും, കണ്ടാലറിയാത്തൻ കൊണ്ടറിയും. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ കിട്ടില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. അടിപൊളി, ഗംഭീരം. അപ്പോ വളരെ മനോഹരമായി പാട്ടുപാടിയ നമ്മളെ കുന്നത്തൂരിന്റെ ഗാന ഗന്ധർവൻ, നാടൻ പാട്ട് ഗന്ധർവൻ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ഇനിയൊരു പാട്ട് കൂടെ അടിച്ചുകൂല. എല്ലാവരും കൈയടിക്കോ? എല്ലാവരും കൈയടിക്കൂല? എല്ലാവരും ഇങ്ങോട്ട് വാ, എല്ലാവരും ഇങ്ങോട്ട് വാ. എന്നിട്ട് നമുക്ക് എല്ലാവരും ഉഷാറായിട്ട് എല്ലാവരും കൈയടി. കൈതോല പായ വിരിച്ച് പായലു പറന്നില് അളന്ന് കറുകുത്തനപ്പവരും എൻ്റെ മവമാര് പൊന്നേ. കറുകുത്തനപ്പവരും എൻ്റെ മവമാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. കൈതോല പായ വിരിച്ച് പായലു പറന്നില് അളന്ന് കറുകുത്തനപ്പവരും
വരും എൻ്റെ അമ്മവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും എൻ്റെ അമ്മവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറയെ കല്ലും കുടിക്ക് ആടാടിയപ്പ വരും എൻ്റെ അങ്ങളമാര് പൊന്നേ ആടാടിയപ്പ വരും എൻ്റെ അങ്ങളമാര് പൊന്നേ കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറയെ കല്ലും കുടിക്ക് ആടാടിയപ്പ വരും എൻ്റെ അമ്മവന്മാര് പൊന്നേ ആടാടിയപ്പ വരും എൻ്റെ അമ്മവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായയില് പറന്നല് കളന്ന് കാതുകുത്താനെപ്പ വരും എൻ്റെ അമ്മവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും എൻ്റെ അമ്മവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ ഓ അടിപൊളി. അപ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനെറ്റും അതുപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ഈ ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം മലയോര സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയിൽ നല്ലൊരു നാടൻ പാട്ടുകൾ നമുക്ക് സമ്മാനം പെരുമഴ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ താങ്ക് യു. പാട്ട് ഗാനമേളക്ക് പരിപാടിക്ക് പോകാറുണ്ടോ? നാടൻ പാട്ട് പോകുന്നുണ്ട്. ഏത് ടീം? ഞാൻ ചെറുപുഴ ടീമിൻ്റെ കൂടെ. ചെറുപുഴ ടീമിന്റെ കൂടെയാണ്. അപ്പോൾ ഗംഭീരമായിട്ട് പോകുന്നു. ഇനി സീസണാണ്. അപ്പോൾ ഭാവിയിൽ ഒരുപാട് സ്റ്റേജുകൾ, നല്ലൊരു കലാകാരനാണ്, നാടൻപാട്ടിൻ്റെ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ഒരു നല്ല പാട്ടൊക്കെ പാടിത്തന്ന നമ്മുടെ ഈ കുന്നത്തൂരിൻ്റെ മണിമുത്ത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.